ബിജെപി ഇതര സംസ്ഥാനങ്ങളുടെ കടുത്ത എതിർപ്പിനിടെ ലോട്ടറി ജിഎസ്ടി ഏകീകരണത്തിനായി ജിഎസ്ടി കൌൺസിലിന്റെ നിർണായക യോഗം ഇന്ന് ദില്ലിയിൽ. തെരഞ്ഞെടുപ്പിന് മുൻപ് ലോട്ടറി മാഫിയയെ സഹായിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്ന് എതിർക്കുന്ന സംസ്ഥാനങ്ങൾ യോഗത്തിൽ ആവശ്യപ്പെടും. ജിഎസ്ടി ഏകീകരണത്തിനുള്ള തിടുക്കപ്പെട്ട ശ്രമത്തിന് പിന്നിൽ അഴിമതി മണക്കുന്നതായി ധനമന്ത്രി തോമസ് ഐസക് പറഞ്ഞു. റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ ജിഎസ്ടി ഇളവുകളിലും ഇന്ന് തീരുമാനമുണ്ടാകും. സർക്കാർ ലോട്ടറിയുടെയും സ്വകാര്യ ലോട്ടറിയുടെയും ജിഎസ്ടി ഏകീകരിക്കാനുള്ള അന്തിമ പരിശ്രമത്തിലാണ് കേന്ദ്ര സർക്കാർ. 18-28% ലോട്ടറി ജിഎസ്ടി ഏകീകരിക്കാനാണ് മന്ത്രിതല സമിതിയുടെ ശുപാർശ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപായി തീരുമാനം നടപ്പാക്കാൻ കേന്ദ്രം മുന്നോട്ടു പോകുമ്പോഴും എതിർത്ത് പരാജയപ്പെടുത്താനാണ് ബിജെപി ഇതര സംസ്ഥാനങ്ങളുടെ കൂട്ടായ തീരുമാനം. ലോട്ടറി മാഫിയയെ സഹായിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്ന് ബിജെപി ഇതര സംസ്ഥാനങ്ങൾ യോഗത്തിൽ ആവശ്യപ്പെടും. സംസ്ഥാന ലോട്ടറിയുടെ ജിഎസ്ടി നിരക്ക് വർദ്ധിപ്പിക്കരുതെന്നും 12% തന്നെ നിലനിർത്തണമെന്നുമുള്ള ആവശ്യത്തിൽ കേരളം ഉറച്ചു നിൽക്കും. നിലവിലുള്ള ലോട്ടറി നികുതി മാനദണ്ഡങ്ങൾ മാറ്റാൻ ഇത്ര ധൃതി എന്ന് മനസ്സിലാകുന്നില്ല. ബിജെപിയുടെ ചില സെക്ഷനിൽ നിന്ന് കടുത്ത സമ്മർദ്ദം ചെയ്യാനുണ്ട്. അത് സാമ്പത്തിക ന്യായങ്ങൾക്കപ്പുറം അഴിമതിയുടെ മണം മണക്കുന്നത്. മധ്യവർഗത്തെ ലക്ഷ്യമാക്കി റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഇളവുകൾ പ്രഖ്യാപിച്ചേക്കും. നിർമ്മാണത്തിലിരിക്കുന്ന വീടുകളുടെ ജിഎസ്ടി നിരക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഇല്ലാതെ 12-ൽ നിന്ന് 5% സാധ്യത. ചെലവ് കുറഞ്ഞ ഭവന നിർമ്മാണത്തിനുള്ള ജിഎസ്ടി 8%-ൽ നിന്ന് 3% കുറയ്ക്കാനും തീരുമാനിച്ചേക്കും. ന്യൂസ് ബ്യൂറോ, ദില്ലി. കോടിയേരി ബാലകൃഷ്ണൻ നയിക്കുന്ന കേരള സംരക്ഷണ യാത്ര കോട്ടയം ജില്ലയിൽ പ്രവേശിച്ചു. ആലപ്പുഴയിലെ പര്യടനം പൂർത്തിയാക്കി കേരളത്തിന്റെ നവോത്ഥാന കവാടമായ വൈക്കത്ത് പ്രവേശിച്ച ജാഥയ്ക്ക് ഉജ്ജ്വലമായ സ്വീകരണമാണ് ലഭിച്ചത്. പ്രളയ ദുരിതബാധിതരും മത്സ്യത്തൊഴിലാളികളും കയർ തൊഴിലാളികളും എന്നിവരടങ്ങുന്ന സാധാരണക്കാർ ജാഥയെ സ്വീകരിക്കാനെത്തി. ആലപ്പുഴയിൽ നിന്നും ജങ്കാർ മാർഗം വൈക്കം ബോട്ട് ജെട്ടിയിലെത്തിയ ജാഥ ക്യാപ്റ്റൻ കോടിയേരി ബാലകൃഷ്ണനെ സിപിഎം കോട്ടയം ജില്ലാ സെക്രട്ടറി വി.എൻ. വാസവൻ, സിപിഐ ജില്ലാ സെക്രട്ടറി സി.കെ. ശശിധരൻ എന്നിവർ സ്വീകരിച്ചു. ഇന്ന് രാവിലെ 11-ന് കുറുപ്പന്തറ ചന്ത മൈതാനത്താണ് ആദ്യ സ്വീകരണം. ഉച്ചയ്ക്ക് 3-ന് പാലാ ന്യൂ ബസാർ, വൈകിട്ട് 4-ന് ഏറ്റുമാനൂർ കോവിൽപ്പാടം എന്നിവിടങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം ജാഥ കോട്ടയം തിരുനക്കര മൈതാനിയിൽ എത്തിച്ചേരും. കാനം രാജേന്ദ്രൻ നയിക്കുന്ന LDF വടക്കൻ മേഖലാ ജാഥ കോഴിക്കോട് ജില്ലയിൽ പര്യടനം പൂർത്തിയാക്കി. ബിജെപിയുടെ 4 ജാഥകൾ ആരംഭിക്കാൻ തീരുമാനിച്ചത് ബിജെപി നേതാക്കളുടെ പടലപ്പിണക്കം ഒഴിവാക്കാനെന്നും കാനം പറഞ്ഞു. വടക്കൻ മേഖല കേരള സംരക്ഷണ യാത്ര 3-ാം ദിവസം കോഴിക്കോട് ജില്ലയിൽ പര്യടനം പൂർത്തിയാക്കി. എലത്തൂർ മണ്ഡലത്തിലെ ചേളന്നൂരായിരുന്നു ആദ്യ സ്വീകരണം. ആവേശകരമായ സ്വീകരണമാണ് ജില്ലയിൽ ജാഥയ്ക്ക് ലഭിച്ചത്. ഉച്ചകഴിഞ്ഞ് പൂവാട്ടുപറമ്പ്, രാമനാട്ടുകര എന്നിവിടങ്ങളിലെ സ്വീകരണ ശേഷം യാത്ര കോഴിക്കോട് മുതലക്കുളത്ത് സമാപിച്ചു. പാർട്ടിയിലെ തർക്കം തീർക്കാനാണ് ബിജെപി 4 ജാഥ നടത്താൻ തീരുമാനിച്ചതെന്ന് കാനം രാജേന്ദ്രൻ പറഞ്ഞു. 5 വർഷമായി കർഷകർക്ക് വേണ്ടി ഒന്നും ചെയ്യാത്ത മോഡി സർക്കാർ 2000 രൂപ നൽകി എല്ലാം പരിഹരിച്ചു എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ്. ഇത് എത്ര പേർക്ക് ലഭിക്കുമെന്ന് കണ്ടറിയണം. എത്രയായിരം ഒരു സ്ഥലത്ത് നിന്ന് അപേക്ഷിച്ചാലും ഒരു കൃഷിഭവനിൽ 200 പേർക്ക് കൊടുത്താൽ മതി എന്നാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ ഒരു ദിവസത്തെ ജോലിയും വണ്ടിക്കൂലിയും എല്ലാം മുടക്കി ഈ ആഫീസിൽ പോയി ക്യൂ നിന്ന് കാത്തു നിന്ന് ഇതെല്ലാം കൊടുത്തിട്ടുള്ള ആളുകൾ നല്ല വാക്ക് പറയണം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ അവരുടെ രോഷവും പ്രതിഷേധവും വേണം. അത് മോഡിയോട് തീർക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ കേരളത്തിലെ സർക്കാരിനോട് അത് തീർക്കരുത്. ആ പ്രതിഷേധം അവരാണ് ഇതിന്റെ ഉത്തരവാദികൾ എന്നതാണ്. തുക ലഭിച്ചില്ലെങ്കിൽ കേന്ദ്രത്തോട് തന്നെ ചോദിക്കാൻ കർഷകർ തയ്യാറാകണമെന്നും കാനം രാജേന്ദ്രൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കാനം രാജേന്ദ്രൻ നയിക്കുന്ന വടക്കൻ മേഖലാ ജാഥ ഇന്ന് മലപ്പുറം ജില്ലയിൽ. ജില്ലാ അതിർത്തിയായ ഐക്കരപ്പടിയിൽ LDF നേതാക്കൾ ജാഥയെ സ്വീകരിക്കും. 3 ദിവസമാണ് മലപ്പുറം ജില്ലയിലെ പര്യടനം. കാനം രാജേന്ദ്രൻ നയിക്കുന്ന ഉത്തരമേഖല LDF ജാഥ ഇന്ന് മലപ്പുറം ജില്ലയിലാണ് പര്യടനം. ജില്ലാ അതിർത്തിയായ ഐക്കരപ്പടിയിൽ LDF ജില്ലാ നേതാക്കളും പ്രവർത്തകരും ചേർന്ന് ജാഥയെ സ്വീകരിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി LDF നേതാക്കൾ അറിയിച്ചു. നമ്മുടെ ജില്ലയിൽ 12 കേന്ദ്രങ്ങളിലാണ് സ്വീകരണമുള്ളത്. 16 നിയോജക മണ്ഡലങ്ങളാണ്. പൊന്നാനിയും തവനൂരും ചേർന്ന് ഒരു സ്വീകരണമാണ് എടപ്പാട്. മലപ്പുറം, മഞ്ചേരി, മങ്കട ഈ 3 മണ്ഡലങ്ങൾ ചേർന്ന് മലപ്പുറത്തും അങ്ങനെയാണ് 12 സ്വീകരണങ്ങളായി ക്രമീകരിച്ചിട്ടുള്ളത്. കൊണ്ടോട്ടിയിലാണ് ആദ്യ സ്വീകരണ പൊതുയോഗം.
ഉച്ചകഴിഞ്ഞ് കോഹിനൂർ, ചെമ്മാട്, താനൂർ എന്നിവിടങ്ങളാണ് സ്വീകരണ കേന്ദ്രങ്ങൾ. 25-ന് തിരൂർ, എടപ്പാൾ, വളാഞ്ചേരി, മലപ്പുറം എന്നിവിടങ്ങളിലും 26-ന് അരീക്കോട്, നിലമ്പൂർ, വണ്ടൂർ, പെരിന്തൽമണ്ണ സ്വീകരണങ്ങളോടെ മലപ്പുറം ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കി ജാഥ പാലക്കാട്ടേക്ക് കടക്കും. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. ശാസ്ത്രീയമായ രീതിയിൽ മാലിന്യം സംസ്കരിക്കാനുള്ള നടപടി കൊച്ചി നഗരസഭ സ്വീകരിക്കാത്തതാണ് ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലുണ്ടാകുന്ന തുടർച്ചയായ തീപിടുത്തത്തിന് കാരണം. ദിവസേന 360 ടൺ മാലിന്യം തള്ളുന്ന പ്ലാന്റിന്റെ അറ്റകുറ്റപ്പണി പോലും 2 ടേമുകളിലായി ഭരിക്കുന്ന UDF ഭരണസമിതി നടത്തിയിട്ടില്ല. ജനങ്ങളുടെ ജീവന് സംരക്ഷണം നൽകാത്ത കോർപ്പറേഷന്റെ ഭരണ നേതൃത്വം രാജിവെച്ചൊഴിയണമെന്ന ആവശ്യമാണ് CPM ഉയർത്തിയിരിക്കുന്നത്. എന്നും തലവേദനയായി മാറുന്ന ഒന്നാണ് ബ്രഹ്മപുരത്തെ മാലിന്യ സംസ്കരണം. LDF ഭരണസമിതിയുടെ കാലത്ത് പരിഹാരമായി സ്ഥാപിച്ച ജൈവ മാലിന്യ പ്ലാന്റിന്റെ അറ്റകുറ്റപ്പണി പോലും 2 ടേമുകളായി ഭരിക്കുന്ന UDF ഭരണസമിതി നടത്തിയിട്ടില്ല. ഫലത്തിൽ 2 മാസത്തിനിടെ തീപിടുത്തമുണ്ടായത് 4 തവണ. പ്രതിദിനം 360 ടൺ മാലിന്യമാണ് ബ്രഹ്മപുരത്ത് തള്ളുന്നത്. ഇതിൽ 150 ടൺ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും. എന്നാൽ തരംതിരിച്ച് സംസ്കരിക്കുന്നതാകട്ടെ വെറും 500 കിലോ മാത്രം. ശാസ്ത്രീയമായ രീതിയിൽ മാലിന്യ സംസ്കരണം നടത്താനുള്ള നടപടി UDF നഗരസഭ സ്വീകരിക്കാത്തതാണ് പ്രധാന കാരണമെന്ന് CPIM ആരോപിച്ചു. ബ്രഹ്മപുരത്തെ മാലിന്യ പ്ലാന്റ് ശാസ്ത്രീയമായി ഈ മാലിന്യം സംസ്കരിച്ച് ഉപയോഗിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു മുൻകൈയും ഈ നമ്മുടെ കോർപ്പറേഷൻ ഭാഗത്തുണ്ടായിരുന്നു. നേരത്തെയുള്ള LDF നേതൃത്വമുള്ള ഭരണസമിതി ഉണ്ടായിരുന്ന കാലത്ത്, നമ്മുടെ കോർപ്പറേഷൻ ഭരണസമിതി ഉണ്ടായിരുന്ന കാലത്ത് അവർ ചെയ്ത കാര്യങ്ങളല്ലാതെ വേറെ ഒരു കാര്യവും ഈ കോർപ്പറേഷന്റെ ഭരണസമിതി വന്നതിന് ശേഷം പ്രഖ്യാപനം അല്ലാതെ ചെയ്തിട്ടില്ല. ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാജിവെച്ചതോടെ നിലവിൽ നഗരസഭയുടെ ഹെൽത്ത് കമ്മിറ്റിയും നിർജീവമാണ്. അതിനാൽ മേയറും ഡെപ്യൂട്ടി മേയറും രാജിവെച്ച് ഭരണസമിതി ഒഴിയണമെന്നും ജില്ലാ സെക്രട്ടറി CN മോഹനൻ ആവശ്യപ്പെട്ടു. മേയറും DCC പ്രസിഡന്റും അവരല്ലെങ്കിൽ ഡെപ്യൂട്ടി മേയറും ഈ ഭരണം വിട്ടൊഴിയണം. കോർപ്പറേഷന്റെ അകത്ത് നടക്കുന്ന ഭരണമല്ല, അനാസ്ഥയാണ്, പിടിപ്പുകേടാണ്, തികഞ്ഞ അരാജകത്വമാണ്. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റുമായി ബന്ധപ്പെട്ട് തുടർച്ചയായി പ്രതിഷേധമുണ്ടായിട്ടും ഭൂമാഫിയുടെ ആസൂത്രണമാണെന്നാണ് നഗരസഭയുടെ വിശദീകരണം. നേരത്തെ പ്ലാന്റിലെ ജലം തൊട്ടടുത്ത കടമ്പ്രയാറിലേക്ക് ഒഴുകി കുടിവെള്ളം മലിനമായപ്പോൾ ഗ്രീൻ ട്രൈബ്യൂണൽ ഇടപെട്ടതോടെ 1 കോടി രൂപ പിഴയടച്ചാണ് നഗരസഭ തടിയൂരിയത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം മിനി നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പിലാണ് തമിഴ്നാട്. അണ്ണാ DMK നേർക്കുനേർ പോരാട്ടമാണെങ്കിലും വിശാല സഖ്യം രൂപീകരിച്ചാണ് ഇരു പാർട്ടികളുടെയും മത്സരം. നിലവിലെ സാഹചര്യത്തിൽ DMKയ്ക്ക് മേൽക്കൈയുണ്ട്. 39 ലോക്സഭാ സീറ്റുകൾക്കൊപ്പം 21 നിയമസഭാ സീറ്റുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പും സംസ്ഥാനത്ത് നടക്കും. അണ്ണാ DMK സർക്കാരിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്നതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ ഉപതെരഞ്ഞെടുപ്പും. കലൈഞ്ചറും തലൈവിയുമില്ലാത്ത ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേൾക്കാൻ കൗതുകമെങ്കിലും അണ്ണാ DMKയ്ക്കും ഇത് തെരഞ്ഞെടുപ്പിലുണ്ടാക്കുന്ന പ്രതിസന്ധി പ്രവചനങ്ങൾക്കും അപ്പുറമാണ്. ജയലളിതയുടെ മരണത്തോടെ അണ്ണാ DMKയിൽ പൊട്ടിപ്പുറപ്പെട്ട വിഭാഗീയത തെരഞ്ഞെടുപ്പിൽ കാര്യമായി പ്രതിഫലിക്കും. തമ്മിലടിച്ച പനീർശെൽവം, എടപ്പാടി വിഭാഗങ്ങൾ ഒന്നിച്ചെങ്കിലും അതിന്റെ ക്ഷീണവും പ്രശ്നങ്ങളും പാർട്ടിയിൽ ഇന്നും തുടരുന്നു. TTV ദിനകരനും അയോഗ്യരാക്കപ്പെട്ട 18 MLA-മാരും പാർട്ടിയുമായി ഇപ്പോഴും ഇടഞ്ഞു നിൽക്കുകയാണ്. BJPയുമായി നീക്കുപോക്കുണ്ടാക്കില്ലെന്ന് പറഞ്ഞ ശേഷം 2014-ൽ BJPക്കൊപ്പം പോയതിന് അണ്ണാ DMKയ്ക്ക് വലിയ വില നൽകേണ്ടി വരും. ഏറ്റവും വലിയ 3ാം ഒറ്റകക്ഷിയായ 2014-ലെ പ്രകടനം പാർട്ടി ആവർത്തിക്കില്ല. സഖ്യരൂപീകരണത്തിന്റെ ഭാഗമായി മാത്രം 10-ലേറെ സിറ്റിംഗ് സീറ്റുകൾ അണ്ണാ DMKയ്ക്ക് കൈവിടേണ്ടി വന്നു. സംസ്ഥാനത്ത് DMKയ്ക്ക് മേൽക്കൈയുണ്ട്. പാർട്ടിക്ക് നാഥനില്ലാത്ത അവസ്ഥ ഒഴിവാക്കാനും നേതൃത്വത്തിനു വേണ്ടിയുള്ള തമ്മിലടി ഇല്ലാതാക്കാനും കരുണാനിധി ഉള്ളപ്പോൾ തന്നെ സ്റ്റാലിൻ നേതൃത്വം ഏറ്റെടുത്തത് രക്ഷയായി. ഇടഞ്ഞു നിൽക്കുന്ന അളഗിരിയെ ഒപ്പം നിർത്താനായാൽ അതും നേട്ടമാകും. നേർക്കുനേർ പോരാട്ടമാണെങ്കിലും വിശാല സഖ്യം രൂപീകരിച്ചാണ് ഇരു പാർട്ടികളുടെയും ഏറ്റുമുട്ടൽ. അണ്ണാ DMK, BJP, പട്ടാളി മക്കൾ കക്ഷി ഒരു വശത്ത്, DMK, കോൺഗ്രസ്, MDMK മറുവശത്ത്. ഇങ്ങനെ നീളുന്നു ഇരു മുന്നണികളിലെ പാർട്ടികളുടെ പട്ടിക. ലോക്സഭയ്ക്കൊപ്പം നടക്കുന്ന 21 നിയമസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് അണ്ണാ DMK സർക്കാരിന്റെ ഭാവിയും നിശ്ചയിക്കും. 21 സീറ്റുകളിൽ 20 സീറ്റുകളിൽ അണ്ണാ DMK ഇതരർ വിജയിക്കുകയാണെങ്കിൽ സർക്കാരിന് ഭൂരിപക്ഷം നഷ്ടമാകും. ഈ സാധ്യത വിരളമാണെങ്കിലും തെരഞ്ഞെടുപ്പുകളിൽ തകർച്ചയുണ്ടായാൽ അണ്ണാ DMKയിൽ വൻ വിള്ളലുണ്ടാകും. ഇത് സർക്കാരിന്റെ നിലംപൊത്തലിനും വഴി തുറക്കും. കാവേരി പ്രശ്നം, നീറ്റ് പരീക്ഷാ വിവാദം, തൂത്തുക്കുടി വെടിവയ്പ് എല്ലാം സജീവ രാഷ്ട്രീയ വിഷയങ്ങളാണ്. സിനിമയും രാഷ്ട്രീയവുമായുള്ള നാഭീനാള ബന്ധത്തിന് ഈ തെരഞ്ഞെടുപ്പിലും മാറ്റമില്ല. സൂപ്പർ സ്റ്റാർ രജനീകാന്തും പാർട്ടിയും മത്സരത്തിനില്ല. എന്നാൽ തമിഴ്നാടിന്റെ രാഷ്ട്രീയ നായകസ്ഥാനം ലക്ഷ്യമിട്ട് ഉലക നായകൻ കമലഹാസനും മക്കൾ നീതിമയ്യവും കറുത്ത കുതിരകളാകാനുള്ള ശ്രമത്തിലാണ്.
ശരത് കെ ശശി, ന്യൂസ് ബ്യൂറോ, ദില്ലി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഉദ്ഘാടന പ്രഹസനവുമായി കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് വൈക്കത്ത് കൃഷിമന്ത്രി VS സുനിൽകുമാർ നിർവഹിക്കും. ഇതേ പരിപാടിയാണ് കണ്ണന്താനം സ്വന്തം നിലയ്ക്ക് തിരുവനന്തപുരത്ത് നടത്താൻ തയ്യാറെടുക്കുന്നത്. കേന്ദ്രീയ വിദ്യാലയത്തിന്റെ പേരൂർക്കടയിലെ പുതിയ മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിനും കണ്ണന്താനം സംസ്ഥാന സർക്കാർ പ്രതിനിധികളെ ഉൾപ്പെടുത്തിയിട്ടില്ല. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ഉദ്ഘാടന മാമാങ്കമാണ് കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം കേരളത്തിൽ നടപ്പാക്കുന്നത്. സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെയും സർക്കാർ പ്രതിനിധികളെയും ഉൾപ്പെടുത്താതെയാണ് ഉദ്ഘാടന പ്രഹസനങ്ങൾ എന്നതും ശ്രദ്ധേയം. സംസ്ഥാന സർക്കാരിന്റെ 1000 ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഇന്ന് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കൃഷിമന്ത്രി VS സുനിൽകുമാർ വൈക്കത്ത് രാവിലെ 9 മണിക്ക് നിർവഹിക്കും. ഇതേ പരിപാടിയാണ് സ്വന്തം നിലയ്ക്ക് കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം ഉദ്ഘാടനം ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. തിരുവനന്തപുരം കഴക്കൂട്ടത്തെ സെൻട്രൽ ട്യൂബർ കോർപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധികളെ ഉൾപ്പെടുത്താതെയാണ് ഉദ്ഘാടനം നടത്താൻ ഒരുങ്ങുന്നത്. ഇതേക്കുറിച്ച് സംസ്ഥാന കൃഷി വകുപ്പിനും അറിവില്ല. സമാനമായ സാഹചര്യമാണ് പേരൂർക്കട കേന്ദ്രീയ വിദ്യാലയത്തിന്റെ പുതിയ മന്ദിരത്തിന്റെ ഉദ്ഘാടനവും. ഇന്ന് അൽഫോൺസ് കണ്ണന്താനം തന്നെയാണ് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ ഭൂമിയിൽ നിർമ്മിക്കുന്ന മന്ദിരത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പക്ഷേ സർക്കാരിന്റെ ഭാഗവും ജില്ലയിലെ മന്ത്രിയുമായ കടകംപള്ളി സുരേന്ദ്രനെ ഉൾപ്പെടുത്തിയിട്ടില്ല. തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചാണ് മാരത്തോൺ ഉദ്ഘാടനം കണ്ണന്താനം കേരളത്തിലുടനീളമായി നടത്തുന്നത്. പക്ഷേ സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെയാണ് ഈ പ്രഹസനങ്ങൾ എന്നത് ശ്രദ്ധേയമാണ്. S. ഷീജ, തിരുവനന്തപുരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ പരിചയപ്പെടുത്താനായി പ്രത്യേക ബോധവൽക്കരണ പരിപാടി. തിരുവനന്തപുരത്തെ 1209 പോളിംഗ് സ്റ്റേഷനിലും ഇന്നു മുതൽ 2 വരെയാണ് ഡെമോ നടത്തുക. മാർച്ച് 2, 3 തീയതികളിൽ അതാത് പോളിംഗ് ബൂത്തുകളിൽ വോട്ടർ പട്ടിക പരിശോധിച്ച് തെറ്റുകൾ തിരുത്താനും അവസരമുണ്ടാകും. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെയും VVPAT സംവിധാനത്തിന്റെയും വിശ്വാസ്യതയും കൃത്യതയും പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനാണ് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കുന്നത്. ആദ്യം ഉദ്യോഗസ്ഥർ മെഷീന്റെ പ്രവർത്തനം വോട്ടർമാർക്ക് വിവരിച്ചു നൽകും. തുടർന്ന് 75 മിനിറ്റ് നേരം വോട്ടർമാർക്ക് അവസരമുണ്ടാകുമെന്നും തിരുവനന്തപുരം ജില്ലാ കളക്ടർ K. വാസുകി പറഞ്ഞു. 1209 പോളിംഗ് ലൊക്കേഷൻസ് ആണ് ഉള്ളത്. ഈ എല്ലാ പോളിംഗ് ലൊക്കേഷൻസിലും ഒരു 1.5 മണിക്കൂർ ഈ VVPAT ഡെമോൺസ്ട്രേഷൻ ഉണ്ടാവും, ഫിസിക്കൽ ഡെമോൺസ്ട്രേഷൻ ഉണ്ടാവും. അതിലെ ജനങ്ങൾ വന്ന് അവർ തന്നെ വോട്ട് ചെയ്യാം. ഞങ്ങളുടെ അഭ്യർത്ഥന എല്ലാ ജനപ്രതിനിധികളും MLA-മാരാവട്ടെ MP-മാരാവട്ടെ എല്ലാവരും അവരവരും വന്നിട്ട് അവർ തന്നെ വോട്ട് ചെയ്ത് നോക്കി അവർ സംതൃപ്തി അടയണം എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. ജില്ലയിൽ 2715 പോളിംഗ് സ്റ്റേഷനുകളിലായി 26,54,470 വോട്ടർമാരാണുള്ളത്. 13,95,804 സ്ത്രീകളും 12,58,625 പുരുഷന്മാരും. അന്തിമ വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് ഉറപ്പാക്കാനും ഇല്ലെങ്കിൽ പേര് ചേർക്കാനും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രത്യേക ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. കേരളത്തിലുടനീളമായി 12,960 പോളിംഗ് സ്റ്റേഷനുകളിലെ 24,970 ബൂത്തുകളിൽ അതാത് ബൂത്ത് ലെവൽ ഓഫീസർമാർ വഴി അന്തിമ വോട്ടർ പട്ടിക മാർച്ച് 2, 3 ദിവസങ്ങളിൽ പൊതുജനങ്ങൾക്ക് പരിശോധിക്കാം. തെറ്റുകളും തിരുത്താൻ അവസരമുണ്ട്. പൊതുജനങ്ങൾക്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പരാതികൾ അറിയിക്കാൻ C-വിജിൽ എന്ന ആപ്പും തയ്യാറാക്കിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം ശ്രദ്ധയിൽപ്പെട്ടാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ, ഫോട്ടോ എന്നിവ ഈ ആപ്പിൽ അപ്ലോഡ് ചെയ്യാവുന്ന രീതിയിലാണ് ക്രമീകരണം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കവി കുരീപ്പുഴയ്ക്ക് പിന്തുണയുമായി സാംസ്കാരിക പ്രവർത്തകർ കവിക്കൊപ്പം മലയാളം സ്നേഹസംഗമം നടത്തി. കവിത ചൊല്ലിയും വരകൾ തീർത്തും കഥ പറഞ്ഞും കലാജാഥ നടത്തിയുമായിരുന്നു സംഘപരിവാർ ഭീഷണിക്കെതിരെ കവി കുരീപ്പുഴയ്ക്ക് സുരക്ഷാ വലയം തീർത്തത്. ഇത് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നടത്തിയ കലാജാഥയുടെ വർഗീയത, ജാതി വിവേചനത്തിനും അന്ധവിശ്വാസത്തിനുമെതിരെയുള്ള തെരുവു നാടകം. ഇത് കുഞ്ഞ് കാസ്റ്റലസിന്റെ വരപ്രതിഷേധം, പിന്നെ കവിതാലാപനം. കരിമ്പുല്ലിൽ പദമിട്ടു ഞങ്ങളെയും കാക്കുവാൻ മുനിയപ്പൻ വരുന്നുണ്ട്. സഹപ്രവർത്തകരുടെ സ്നേഹവും പിന്തുണയും വലിയ ആത്മവിശ്വാസം പകരുന്നുവെന്ന് സാംസ്കാരിക പ്രവർത്തകരുടെ ഹസ്തദാനം ഏറ്റുവാങ്ങി കവി കുരീപ്പുഴ പറഞ്ഞു. ജനങ്ങളുടെ പിന്തുണയുണ്ട്, സാംസ്കാരിക രംഗത്തുള്ള എല്ലാവരുടെയും പിന്തുണ എനിക്കുണ്ട്. അതൊരു കേരളത്തിലുടനീളം സഞ്ചരിക്കുന്നതിന് എനിക്കതൊരു സുരക്ഷയാണ്. ഗോവിന്ദ് പൻസാരയ്ക്കും കൽബുർഗിക്കും നേരിടേണ്ടി വന്ന ദുസ്ഥിതി ആവർത്തിക്കാതിരിക്കാനാണ് സുരക്ഷയുടെ സാംസ്കാരിക മതിൽ കവി കുരീപ്പുഴയ്ക്ക് കലാകാരന്മാർ തീർത്തത്. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം.
പ്രമുഖ ധനകാര്യ കമ്പനിയായ KLM ആക്സിവ ഫിൻഫെസ്റ്റ് ലിമിറ്റഡ് ധനകാര്യ സേവന രംഗത്ത് 2 പതിറ്റാണ്ട് പിന്നിടുന്നതിന്റെ ആഘോഷങ്ങളുടെ ഭാഗമായി അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ ആംബുലൻസ് നാടിന് സമർപ്പിച്ചു. KLM ആക്സിവ ഫിൻഫെസ്റ്റ് ചെയർമാൻ ഡോക്ടർ ജെ അലക്സാണ്ടർ ആംബുലൻസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. KLM ആക്ടിവ ഫിൻഫെസ്റ്റിന്റെ ഡയറക്ടർമാരായ ഷിബു തെക്കുംപുറം, ബേബി മാത്യു സോമതീരം, ജോർജ് കുര്യപ്പ്, KP കുര്യാക്കോസ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. രജത ജൂബിലി ആഘോഷിക്കുന്ന തൃശൂർ ചേന്നായ്പാറ ദിവ്യ ഹൃദയാശ്രമത്തിന് ജോയ് ആലൂക്കാസ് ഫൗണ്ടേഷൻ നിർമ്മിച്ച സ്നേഹഭവൻ മന്ദിരം സമർപ്പിച്ചു. അന്തേവാസികൾക്ക് താമസിക്കാൻ ഉതകും വിധമാണ് ഭവനം സജ്ജീകരിച്ചിരിക്കുന്നത്. കെട്ടിടത്തിന്റെ ആശീർവാദ കർമ്മം തൃശൂർ അതിരൂപത മുൻ ബിഷപ്പ് മാർ ജേക്കബ് തൂങ്കുഴി നിർവഹിച്ചു. MLA അഡ്വക്കേറ്റ് K രാജൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജോയ് ആലൂക്കാസ് ഫൗണ്ടേഷൻ ട്രസ്റ്റി ജോളി ജോയ് ആലൂക്കാസ്, ജോയ് ആലൂക്കാസ് ഗ്രൂപ്പ് ചെയർമാൻ ജോയ് ആലൂക്കാസ്, ഫാദർ ജോർജ് കണ്ണംപ്ലാക്കൽ തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു.